പക്ഷേ ഈ പാലക്കാട് ഉൾപ്പെടെ ചില സ്ഥലങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അല്ല, അതിപ്പോൾ ഇന്ത്യയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഈ സംഘപരിവാർ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിൽ 3 ആഭ്യന്തര ശത്രുക്കളാണ്. അതിലൊന്നാണ് മുസ്ലിം, 2 ക്രിസ്ത്യാനി, 3 കമ്മ്യൂണിസ്റ്റ്. ഇതാണ് ഇവരുടെ പ്രത്യയശാസ്ത്രം. ഈ പ്രത്യയശാസ്ത്രം വെച്ച് താൽക്കാലികമായി ലാഭത്തിന് വേണ്ടി ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ അവർ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാലോ, ജമ്മു ആൻഡ് കാശ്മീരിൽ അവിടെ സംയുക്ത ഗവൺമെൻറ് ഉണ്ടായി പ്രവർത്തിക്കാൻ പോലും BJP ഈ പറയുന്ന വിഭാഗങ്ങളുമായി ചേർന്നിട്ടുണ്ട്, മുസ്ലിം വിഭാഗമായിട്ട്. അതുപോലെ തന്നെ തൃശ്ശൂർ ഉൾപ്പെടെ ജയിക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യൻ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ BJP സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. പക്ഷേ മണിപ്പൂർ ഉൾപ്പെടെയുള്ള മേഖലയിലുള്ള ക്രിസ്ത്യൻ കടന്നാക്രമം ഇപ്പോഴും തുടരുകയാണ്. ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള പള്ളികൾക്കെതിരായിട്ടുള്ള കടന്നാക്രമം തുടരുകയാണ്. കേരളത്തിലെ സ്കൂളുകളിൽ നടത്താൻ തീരുമാനിക്കുന്ന ക്രിസ്മസ് ആഘോഷ പരിപാടി പോലും ശക്തിയായി തകർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചില ആൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പൊതുവായി എതിർക്കപ്പെടേണ്ടുന്ന കാര്യമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല.